ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഫിന. എല്ലാവർക്കും 3ാം ക്ലാസ് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ആരാ പറയാ? നമ്മളുടെ സ്വന്തം നൗഫൽ മാഷ്. കഴിഞ്ഞ ക്ലാസ്സിൽ നൗഫൽ മാഷ് തന്ന പ്രവർത്തനം ഓർമ്മയില്ലേ? കവിത വായിച്ച് നല്ല സുന്ദരമായ കുറിപ്പെഴുതാൻ ഞാൻ എഴുതിയിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചർ എഴുതിയ കണ്ണന്റെ അമ്മ എന്ന കവിത എനിക്ക് ഇഷ്ടപ്പെട്ട കവിതകളിൽ ഒന്നാണ്. ഈ കവിത മാതൃഭാവത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്ന മനോഹരമായ കവിതയാണ്. മാതൃസ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഈ കവിതയിൽ കണ്ണന്റെ കുസൃതികളുടെ രസവും ഒളിഞ്ഞിരിക്കുന്ന കണ്ണനെ കാണാത്തതിനുള്ള അമ്മയുടെ ആദിയും പരിഭവവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുസൃതികൾ കാണിച്ച ശേഷം ഓടി കാട്ടിലൊളിച്ച കണ്ണനെ തേടി ദേഷ്യത്തിൽ കണ്ണു ചുവന്ന് പരിഭവിച്ച് നടക്കുന്ന അമ്മ കാട്ടിലെ ജീവജാലങ്ങളായ കരിവണ്ടിനോടും പൂച്ചെണ്ടുകളോടും തുമ്പിയോടും പേടമാനോടും കാളിന്തിയോളങ്ങളോടും കണ്ണനെ അന്വേഷിക്കുന്നു. ഞങ്ങളാരും കണ്ടിട്ടേയില്ല എന്ന മറുപടിയിൽ വിഷമിച്ച് നടന്ന് കാലു തളർന്ന് പരിഭവിച്ചു തിരികെ പോവാൻ നിൽക്കുന്ന അപ്പോൾ അമ്മ കണ്ണന്റെ ഓടക്കുഴൽ വിളി കേൾക്കുന്നു. കയ്യിലുള്ള കമ്പ് താഴെ വീഴുന്നത് പോലും അറിയാതെ കണ്ണും പൂട്ടി ആസ്വദിച്ചു നിൽക്കുന്ന അമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നതും നമുക്ക് കാണാം. കണ്ണു ചുവന്ന് ദേഷ്യഭാവത്തിൽ കയ്യിൽ കമ്പുമായി വരുന്ന അമ്മയെയും കണ്ണന്റെ സുന്ദരമായ ഓടക്കുഴൽ വിളി കേട്ട് അലിഞ്ഞില്ലാതാകുന്ന അനുഭവവും കൂടി ഈ കവിത നൽകുന്നു. കുഞ്ഞുങ്ങളായ നമ്മൾ അമ്മയുടെ സ്നേഹവും വാത്സല്യവും പരിഭവവും ദേഷ്യവും അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. കണ്ണന്റെ അമ്മയിലൂടെ എന്റെ അമ്മയെയുമാണ് ഞാൻ കാണുന്നത്. വാത്സല്യവും സ്നേഹവും തുളുമ്പുന്ന നിറകുടം തന്നെയാണ് അമ്മ. കൂട്ടുകാരെ, നിങ്ങളും ഇതേപോലെ ഓരോരോ കുറിപ്പുകൾ എഴുതി കാണുമല്ലോ. ഇനി നമുക്ക് നൗഫൽ മാഷിനോട് ഇതിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ചാലോ? താങ്ക് യു ഫില, താങ്ക് യു. ഫില എഴുതിയ കുറിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഫില നന്നായി അത് അവതരിപ്പിക്കുകയും ചെയ്തു. നിങ്ങളും കുറിപ്പുകളൊക്കെ എഴുതിയോ? മാഷ് തന്ന ആ പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കണ്ണൻ്റെ അമ്മ എന്ന കവിതയെക്കുറിച്ച് മനോഹരമായ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ മാഷ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഫില ആ കുറിപ്പ് എഴുതിയത്. മാഷും ഒരു കുറിപ്പ് എഴുതി വച്ചിട്ടുണ്ട്. കേൾക്കണോ? ശ്രദ്ധിച്ചിരിക്കണം. മാഷുദ വായിക്കാം. സ്നേഹത്തിൻ്റെ ഓടക്കുഴൽ വിളി. കവിതകളെ ഒത്തിരി ഇഷ്ടമാണെനിക്ക്. വായിച്ച കവിതകളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് കണ്ണൻ്റെ അമ്മ. ശ്രീമതി സുഗതകുമാരി ടീച്ചർ എഴുതിയ ഈ കവിത അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. കണ്ണൻ കുസൃതികൾ കാണിച്ച് കാട്ടിൽ ഓടി ഒളിച്ചു. അവനെ ശിക്ഷിക്കാനായി കമ്പുമെടുത്ത് അമ്മ അന്വേഷിക്കുന്നു. കണ്ണൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ തുമ്പിയോടും കരിവണ്ടിനോടും പേടമാനോടും പൂക്കളോടും കാളന്തിയോടുമെല്ലാം തിരക്കി. അവരാരും തന്നെ കണ്ണൻ എവിടെയെന്ന് പറയുന്നില്ല. ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ അമ്മ തിരിച്ച് പോകാനൊരുങ്ങുമ്പോൾ
ഓടക്കുഴൽ നാദം കേൾക്കുന്നു. മകനെ അടിക്കാനായി കൊണ്ടുവന്ന വടി താഴെ വീഴുന്നു. അമ്മയുടെ ദേഷ്യവും സങ്കടവുമെല്ലാം കണ്ണൻ്റെ ഓടക്കുഴൽ നാദത്താൽ അലിഞ്ഞു പോകുന്നു. കമ്പൂകരം വിട്ടു വീഴുന്നു, മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു. വടിയൊടിയട്ടെ എന്ന കഥയിലെ നാണുമാഷിനെയും ഗോപുവിനെയും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ വരികൾ. ദേഷ്യമെല്ലാം മറന്ന് അമ്മ കണ്ണും പൂട്ടി നിന്ന് മകൻ്റെ ഓടക്കുഴൽ വിളി ആസ്വദിക്കുകയാണ്. ഈ വരികൾ വായിക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് മാത്രമല്ല, നമ്മുടെ മുഖത്തും പുഞ്ചിരി വിരിയുന്നു. ഒപ്പം കുസൃതികൾ നിറഞ്ഞ എൻ്റെ കുട്ടിക്കാലവും ഓർത്തുപോകുന്നു. 2 കുറിപ്പുകൾ നിങ്ങളിപ്പോൾ കണ്ടു. ഒന്ന് മാഷ് എഴുതിയത്, ഒന്ന് ഫില എഴുതിയത്. ഈ 2 കുറിപ്പുകളും നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ? എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ കയ്യിലും ഒരു കുറിപ്പുണ്ടോ? ആ കുറിപ്പും നിങ്ങളൊന്ന് ഒത്തു നോക്കണം. ചിലപ്പോൾ ഇതിനേക്കാൾ മെച്ചമായിരിക്കും, മാഷ് എഴുതിയതിനേക്കാളും മെച്ചമായിരിക്കും നിങ്ങൾ എഴുതിയ കുറിപ്പ്. അപ്പം എന്തൊക്കെയാണ്, ഇത് മെച്ചമാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ എങ്ങനെ പരിശോധിക്കാം? കവിതയിലെ എല്ലാ ആശയവും വന്നിട്ടുണ്ടോ? കവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ മറ്റെന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇഷ്ടപ്പെട്ട വരികളെക്കുറിച്ച്, ചില പ്രയോഗങ്ങളെക്കുറിച്ചൊക്കെ എഴുതാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ഫിലയുടെ കുറിപ്പിലുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ കുറിപ്പിലും ഉണ്ടോ? അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എന്തൊക്കെ സൂചനകളാണ് മാഷ് പറഞ്ഞിരുന്നത്, അതനുസരിച്ച് എല്ലാം അതിൽ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം. ഒരു ചെറിയ കാര്യം മാഷ് സൂചിപ്പിക്കാം. മാഷിൻ്റെ കുറിപ്പ് ഇതാ ഇപ്പോൾ ബോർഡിൽ വരും. ആ ബോർഡിൽ നോക്കണം. ഒപ്പം തന്നെ ഫിലയുടെ കുറിപ്പും ഇപ്പുറത്തെ സൈഡിലായിട്ട് വരും. മാഷ് എഴുതിയേക്കുന്നതും ഫില എഴുതിയേക്കുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 3 കഷണങ്ങൾ പോലെ കിടക്കുന്നു വാചകങ്ങൾ അല്ലേ? ആദ്യം ഒരു കട്ട, അതിനടിയിൽ അടുത്തൊരു ഭാഗം, അതിനടിയിൽ വേറൊരു ഭാഗം. 3 ഭാഗങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അങ്ങനെ എഴുതുന്നതിനെ നമ്മൾ ഖണ്ഡിക തിരിക്കൽ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഖണ്ഡിക തിരിക്കൽ. അതെന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? ഇംഗ്ലീഷിൽ പാരഗ്രാഫ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ പാരഗ്രാഫ്. നമ്മുടെ പുസ്തകത്തിലൊക്കെ കഥയൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. പാരഗ്രാഫ് തിരിച്ചാണ് നമ്മുടെ പുസ്തകത്തിൽ കഥ എഴുതാറ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പാരഗ്രാഫ് അല്ലെങ്കിൽ ഖണ്ഡിക തിരിക്കുന്നത്? എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ എഴുതിയിരിക്കുന്ന കുറിപ്പിൽ ആദ്യത്തെ ഒരു ഖണ്ഡികയിൽ കവിയെയും കവിതയെയും കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ്? കവിയെയും കവിതയെയും കുറിച്ച്. അതിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. അടുത്ത ഖണ്ഡികയിൽ കവിതയുടെ ആശയത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കവിതയിൽ ആരൊക്കെയുണ്ട്, കഥാപാത്രങ്ങൾ ആരൊക്കെ, കവിതയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്, കവിതയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ഖണ്ഡികയിൽ എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തേതിലോ എനിക്ക് കവിത ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും ഈ കവിതയിലെ സംഭവങ്ങളോട് സാമ്യമുള്ള എൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളും മറ്റ് കവിതകളുമായുള്ള ബന്ധങ്ങളും ഒക്കെയാണ് മൂന്നാമത്തെ ഖണ്ഡികയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നാം ഓരോ കുറിപ്പ് തയ്യാറാക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊക്കെ ആശയങ്ങളാണ് നാം എഴുതേണ്ടത് എന്ന് ആദ്യം ചിന്തിക്കണം. അതിൽ ഓരോ ഖണ്ഡികയിലും ഏത് ആശയമാണ് വരേണ്ടതെന്ന് നാം എന്ത് ചെയ്യണം? ആദ്യമേ ചിന്തിച്ച് ഉറപ്പുവരുത്തണം. അതിനുശേഷമാണ് എഴുതി തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ എഴുതിയിട്ടുള്ളതിൽ എന്തെങ്കിലും അക്ഷരത്തെറ്റുണ്ടോ എന്നുകൂടി പരിശോധിക്കണം. ഒരു തവണ കൂടി വായിക്കുകയോ വീട്ടിലുള്ളവരെ കൊണ്ട് വായിപ്പിച്ച് നോക്കുകയോ ചെയ്താൽ നമുക്ക് അക്ഷരത്തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഫില എഴുതിയ കുറിപ്പിൽ ആദ്യത്തെ വാചകത്തിൽ ചെറിയൊരു തെറ്റുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തായിരുന്നു എഴുതിയിരുന്നത്? ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും. കവിയത്രി എന്നൊരു പദം. ശരിയായ രീതി എങ്ങനെയാണ് ആ പദം എഴുതുന്നതിൻ്റെ ഉച്ചരിക്കുന്നതിൻ്റെ അറിയുമോ? കവിയത്രി എന്നാണ് ഫില എഴുതിയത്. ശരിക്കും എങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങൾക്കറിയില്ലേ? അറിയുമോ? എന്ന് പറഞ്ഞേ. അങ്ങനെ തന്നെ.
കവയിത്രി. ക-വ-യി-ത്രി. നിങ്ങളിൽ ആർക്കെങ്കിലും ആ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തണം. ഇതുപോലെ നന്നായി നിങ്ങളുടെ കുറിപ്പ് വായിച്ചു നോക്കി അക്ഷരത്തെറ്റുകൾ കണ്ടെത്തി തിരുത്തണം. ചെയ്യുമല്ലോ? അതുപോലെ തന്നെ കുറിപ്പുകൾ തയ്യാറാക്കുമ്പോൾ നാം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അനുയോജ്യമായ ഒരു തലക്കെട്ട് നൽകണം. തലക്കെട്ടെന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഹെഡിങ്. വാർത്തയൊക്കെ എഴുതുമ്പോൾ അതിന് മുകളിൽ തലക്കെട്ടുണ്ടാകില്ലേ? അതുപോലെ നാം ഒരു കുറിപ്പ് എഴുതുമ്പോഴും എപ്പോഴും ഒരു തലക്കെട്ട് നൽകാൻ ശ്രദ്ധിക്കണം. തലക്കെട്ടിന് നമ്മുടെ കുറിപ്പിൻ്റെ ആശയവുമായി ഒരു ബന്ധം വേണം. ആ തലക്കെട്ട് വായിച്ചാൽ കുറിപ്പ് വായിക്കാൻ തോന്നണം. അത്തരത്തിൽ മനോഹരമായ, വളരെ വലുതല്ലാത്ത ചെറിയ ഒരു തലക്കെട്ട് കൂടി നൽകണം. അടുത്ത തവണ നിങ്ങൾ മെച്ചപ്പെടുത്തി എഴുതുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുമല്ലോ. കണ്ണൻ്റെ അമ്മ എന്ന കവിത എഴുതിയ കവയിത്രിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ആരാണ്? സുഗതകുമാരി ടീച്ചർ. സുഗതകുമാരി ടീച്ചർ തന്നെ ഈ കവിതയെക്കുറിച്ച് പറയുന്നത് നമുക്കത് കേട്ടാലോ? ഇത് കുട്ടികളുടെ കണ്ണനാണ്, മറ്റൊരു വികൃതി കുട്ടി. അവൻ്റെ പിന്നാലെ ശുണ്ഠിയെടുത്ത് എത്ര കാലം കണ്ണൻ്റെ അമ്മ ഇങ്ങനെ തേടി നടക്കും. ഒരോടക്കുഴൽ വിളി കേൾക്കും വരെ മാത്രം. കവിതയുടെ ആശയമൊക്കെ എല്ലാവർക്കും മനസ്സിലായി. എന്തിനാണ് കണ്ണൻ്റെ അമ്മ കണ്ണനെ അടിക്കുന്നതിന് വേണ്ടി അന്വേഷിച്ച് നടന്നത്? എന്തിനാണ്? കുസൃതി കാണിച്ചതിനാണ്. ആട്ടെ, കണ്ണൻ എന്ത് കുസൃതിയാണ് ചെയ്തത് നിങ്ങൾക്കറിയാവോ? ഒന്ന് രണ്ട് കുസൃതികൾ നമുക്കറിയാം, പക്ഷെ കുറേ കുസൃതികൾ ചെയ്തായിരുന്നു. അതറിയണമെങ്കിൽ ഈ കവിതയുടെ ആദ്യ ഭാഗം നമ്മൾ വായിച്ചു നോക്കണം. നമ്മുടെ പുസ്തകത്തിലുള്ളത് കവിതയുടെ അവസാനത്തെ ഭാഗമാണ്. അപ്പോൾ കവിതയുടെ ആദ്യ ഭാഗം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. എന്നാൽ മാഷിൻ്റെ കയ്യിലുണ്ട്. ആ കവിത നമുക്കൊന്ന് ചൊല്ലണ്ടേ? ആര് ചൊല്ലും? മാഷ് ചൊല്ലണോ? മാഷ് ചൊല്ലുന്നതിനേക്കാൾ നന്നായി മറ്റൊരാൾ ചൊല്ലിയാലോ? ആരുടെ ശബ്ദത്തിൽ കേൾക്കാനായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? സിനിമാ പാട്ടുകളൊക്കെ പാടുന്ന ഒരാളായാലോ? സിനിമാ പാട്ട് പാടുന്ന ഒരു ഗായികയായാലോ? പ്രശസ്തയായ ഒരു ഗായികയായാലോ? ആരായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക? ഇവരൊക്കെയാണല്ലേ. മാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ആരാണെന്ന് അറിയാമോ? മലയാളത്തിൽ സിനിമാ ഗാനങ്ങളൊക്കെ പാടുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം KS ചിത്രയ. മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ ഗായിക, മലയാളത്തിൻ്റെ വാനമ്പാടിയായിട്ടുള്ള KS ചിത്ര. ചിത്ര ചേച്ചി നമ്മൾ സ്നേഹപൂർവ്വം ബഹുമാനത്തോടു കൂടി വിളിക്കുന്ന ശ്രീമതി KS ചിത്രയാണ്. ആ ചിത്ര ചേച്ചി ഈ കവിത പാടിയാൽ എങ്ങനെ ഇരിക്കും? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമെന്നോ. നമുക്കൊന്ന് എന്നാൽ ശ്രമിച്ചു നോക്കിയാൽ എല്ലാവരും ഒന്ന് ചിത്ര ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടൂ എന്ന് പറയൂ. ചിത്ര ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടൂ എന്ന് പറയൂ. എന്താന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ചിത്ര ചേച്ചി നമുക്ക് വേണ്ടി ഈ കവിത ഒന്ന് പാടുവോ? ദാ വന്നു ചിത്ര ചേച്ചി, ദാ ഇപ്പോൾ വരും. ഞങ്ങൾ കണ്ണൻ്റെ അമ്മ എന്ന കവിത ഇവിടെ പഠിക്കുകയായിരുന്നു. വളരെ നല്ല കാര്യം. എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കവിതയാണിത്. ചേച്ചിയുടെ ശബ്ദത്തിൽ ഞങ്ങൾക്ക് ആ കവിത ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിനെന്താ, ഞാൻ തീർച്ചയായിട്ടും പാടാം. വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണിത്. കൊച്ചു കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ വികൃതികൾ ഓരോന്നും വളരെ രസകരമായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അമ്മ യശോദയുടെ വാത്സല്യവും കണ്ണൻ്റെ കുറുമ്പുമെല്ലാം ഇതിലുണ്ട്. ഈ കവിതയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങൾക്കായിട്ട് പാടാം. കണ്ടോ കണ്ണനെ നിങ്ങളാരാൻ അമ്മ കമ്പു കരത്തിലെടുക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കാലിക്കിടാവുകളെന്തോ മണ്ടിയൊളിക്കുന്നു. കണ്ടോ കണ്ണനെ നിങ്ങളാരാൻ അമ്മ കമ്പു കരത്തിലെടുക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കാലിക്കിടാവുകളെന്തോ മണ്ടിയൊളിക്കുന്നു. ഇന്നേ നാളിൽ ഞാൻ കണ്ടില്ല മിഴിച്ചിമ്മും തത്തമ്മ കൊഞ്ചുന്നു. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കമ്പും കൊണ്ടതാ പോകുന്നു. പാഴിലടുക്കള മൂലയ്ക്കൽ പുതുപാലുമറിഞ്ഞു പരക്കുന്നു.
രാധിക കണ്ണീരുമൊഴുകി വന്നിങ്ങനെ ചൊല്ലുന്നു, അമ്മേ ഞങ്ങൾക്കു വയ്യല്ലോ നിന്റെ കണ്ണൻ എന്തൊരു ദുശീലം. എവിടെയ കള്ളൻ, എവിടെയ കള്ളൻ വിറച്ചും കൊണ്ടമ്മ പുരവിധി തോറും തിരക്കുന്നു. അറിയില്ല ഞങ്ങൾ എന്നമ്പാടി പിള്ളേർ ചിരിയടക്കിക്കൊണ്ടു മാറുന്നു. അറിയില്ല കണ്ണനെങ്ങാമോ കാലികൾ കുടമണിയാട്ടി നടക്കുന്നു. എത്ര മനോഹരമായിരുന്നു ചിത്ര ചേച്ചിയുടെ ഗാനം. കേട്ടിരുന്നു പോകും അല്ലേ? ഏതുപോലെ? നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ വിളി പോലെ. ഓടക്കുഴൽ, ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും നിശബ്ദരായി നിന്നത് കേട്ടിരിക്കും. അതുപോലെ നമ്മുടെ ചിത്ര ചേച്ചി ഗാനം ആലപിക്കുമ്പോൾ നമ്മളും കേട്ടിരുന്നു പോകും. ഇതുപോലെ ഗാനം നിങ്ങളും ആലപിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഭാവിയിൽ ചിലപ്പോൾ നിങ്ങളും ചിത്ര ചേച്ചിയെ പോലെ വലിയ ഒരു ഗായികയായി തീരാൻ അല്ലെങ്കിൽ ഗായകനായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായി പാടി പരിശീലിക്കണം കേട്ടോ. എന്തൊക്കെ കുസൃതികളാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ കവിത ശ്രദ്ധിച്ച് കേട്ടായിരുന്നല്ലോ. എന്തൊക്കെയാ കുസൃതികളാ? ഓർമ്മയുള്ള ഒരെണ്ണം പറഞ്ഞേ. എന്തായിരുന്നു? ഉറിയിലിരുന്ന വെണ്ണക്കലം താഴെ വീണ് പൊട്ടിക്കിടക്കുകയാണ്. 7 പൊട്ടിക്കിടക്കുന്നു. ആര് വന്ന് നോക്കിയപ്പോഴാ? അമ്മ വന്ന് നോക്കിയപ്പോൾ. അതെന്താ ഈ വെണ്ണക്കലം പൊട്ടാൻ കാരണം? കണ്ണൻ്റെ വെണ്ണക്കൊതി എല്ലാവർക്കും അറിവുള്ളതാണ് അല്ലേ? എത്ര വെണ്ണ കിട്ടിയാലും കഴിച്ചു കൊണ്ടിരിക്കും. ആരാ? കണ്ണൻ. അപ്പോൾ അമ്മ കാണാതെ അമ്മ കൊടുക്കും. പക്ഷെ എന്നാലും അമ്മ ഇല്ലാത്ത സമയത്ത് വെണ്ണ കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഉറി അറിയാമോ? പണ്ട് കാലത്തുള്ളവർ ആഹാര സാധനങ്ങൾ ഉറുമ്പൊന്നും കയറാതെ ഇരിക്കുന്നതിന് വേണ്ടി മുകളിൽ ഒരു 3 കയറ് പോലുള്ള സാധനം വെച്ച് ചേർത്ത് കെട്ടി അതിന് മണ്ടയിൽ വെക്കും. അതിനെയാണ് ഉറി എന്ന് പറയും. ഇതിനകത്താണ് ഈ വെണ്ണക്കലം വെച്ചിരുന്നത്. അപ്പോൾ കണ്ണൻ എങ്ങനെയോ വലിഞ്ഞു കയറി ഈ വെണ്ണ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഉറിയിൽ നിന്നും വെണ്ണക്കലം തറയിൽ വീണു പൊട്ടിപ്പോയി. അമ്മ ഒന്ന് നോക്കുമ്പോൾ എന്താണ്? മുറിയിൽ വെണ്ണക്കലം പൊട്ടിക്കിടക്കുകയാണ്. അമ്മയ്ക്ക് ദേഷ്യം വരുമോ? വരും. ഇതൊരു വികൃതി. പിന്നെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഡേ? നിങ്ങൾ കേട്ടില്ലേ? പാല് തട്ടിമറിഞ്ഞ് കിടക്കുന്നു. അടുപ്പിലിരുന്ന പാല് തട്ടിമറിഞ്ഞ് കിടക്കുകയാണ്. തൂവിപ്പോയി. അവിടെ എല്ലാം പടർന്നു കിടക്കുന്നു. പിന്നെയോ? 2 ഉള്ളായിരുന്നോ? മുറ്റത്ത് കെട്ടിയിരുന്ന പശുക്കിടാവിനെ അഴിച്ചു വിട്ടിരിക്കുന്നു. പശുക്കിടാവ് അവിടെ അത്രയും കിടന്ന് ഓടിച്ചാടി കളിക്കുകയാണ്. ഇത്രയൊക്കെ പോരെ ഒരു അമ്മയ്ക്ക് ദേഷ്യം വരാൻ? ഈ കുരുത്തക്കേടുകളൊക്കെ കണ്ടിട്ടാണ്, ഈ കുസൃതികളൊക്കെ കണ്ടിട്ടാണ് ആർക്ക് ദേഷ്യം വന്നത്? അമ്മയ്ക്ക് ദേഷ്യം വന്നത്. ആരാ എന്നെ വിളിച്ചേ? ആരാ വിളിച്ചല്ലോ? നിങ്ങൾ കേട്ടോ? ആരും എന്നെ വിളിച്ചതുപോലെ. അമ്പടാ, ശ്രീകൃഷ്ണനായിരുന്നോ? അമ്പാടി കണ്ണൻ എത്തിയല്ലോ. കണ്ണനെ കുറിച്ച് ഞങ്ങൾ ഇപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വികൃതികളൊക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. കണ്ണൻ കാണിച്ച വികൃതികളൊക്കെ. എല്ലാവരും കൂടി എന്നെ വലിയ കുസൃതിക്കാരനാക്കുകയാണല്ലേ. ഞാനേ നിങ്ങളെപ്പോലെ ചെറിയ ചെറിയ വികൃതികളെ കാണിച്ചിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് അറിയോ? വെണ്ണ. അമ്മ എനിക്ക് തരുമെങ്കിലും അതിങ്ങനെ ഉറിയിലിരിക്കുന്ന കാണുമ്പോ കൊതി വരും. പമ്മി പമ്മി ചെന്ന് അമ്മ കാണാതെ എടുക്കാൻ നോക്കിയതും താ കിടക്കുന്നു. ഉറിയിൽ നിന്ന് കലം താഴെ പൊട്ടിച്ചിതറിപ്പോയി. അമ്പടാ, ഇതൊക്കെയാണോ ചെറിയ ചെറിയ വികൃതികൾ? പിന്നെ പശുക്കുട്ടിയെ അയച്ചു വിട്ടതോ? അതൊരു പാവം പയ്യല്ലേ. ഓടിച്ചാടി നടക്കേണ്ട പയ്യനെ കെട്ടിയിടാമോ? അത് കളിക്കട്ടെന്നേ. നെയ്യപ്പം കട്ടു തിന്നു. അതെ, നെയ്യപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമാ. അമ്മ അറിയാതിരിക്കാൻ വേണ്ടി ഞാനൊരു സൂത്രപ്പണി ചെയ്തു. നെയ്യപ്പത്തിന് പകരം ചാണക വരളികൾ നിറച്ചു. ഇനിയും ഉണ്ടല്ലോ കണ്ണന്റെ ഒത്തിരി വികൃതികൾ. അങ്ങനെ എല്ലാം അങ്ങ് ഞാൻ
പറഞ്ഞു തരൂല. എന്റെ കഥ പറഞ്ഞു തരാനായിട്ട് ഞാനൊരു മുത്തശ്ശിയെ പരിചയപ്പെടുത്താം. പണ്ട് പണ്ട് മധുര എന്ന രാജ്യം ഭരിച്ചിരുന്നത് കംസൻ എന്ന രാജാവായിരുന്നു. മഹാദുഷ്ടനും ദയവില്ലാത്ത ഒരു അസുരനുമായിരുന്നു കംസൻ. മധുരയിലുള്ള ജനങ്ങളെല്ലാം കംസനെ പേടിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. കംസന് ഒരാളെ മാത്രം വലിയ സ്നേഹമായിരുന്നു, സഹോദരി ദേവകിയെ. അങ്ങനെ ദേവകിയുടെ കല്യാണം നടന്നു. വസുദേവരെയാണ് കല്യാണം കഴിച്ചത്. സഹോദരിയോടുള്ള സ്നേഹത്താൽ വിവാഹ ഘോഷയാത്രയിൽ രഥമോടിച്ചിരുന്നത് കംസനായിരുന്നു. പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു അശരീരി കേട്ടു, ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും. ദേവകിയെ കൊല്ലാനൊരുങ്ങിയ കംസനെ വസുദേവര് തടഞ്ഞു. ദേവകിയുടെ ഓരോ കുഞ്ഞിനെയും തന്നുകൊള്ളാമെന്ന് വസുദേവര് ഉറപ്പു നൽകി. അതിനുശേഷം കംസൻ ദേവകിയെയും വസുദേവരെയും ഒരു കാരാഗ്രഹത്തിൽ അടച്ചു. ദേവകിക്ക് ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും കംസൻ വധിച്ചു. ശക്തമായ മഴയും കാറ്റുമുള്ളൊരു രാത്രി ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ തന്നെയാണ് 8ാമത്തെ പുത്രനായി ജനിക്കുന്നതെന്നും കുഞ്ഞ് ജനിച്ച ഉടൻ അമ്പാടിയിൽ എത്തിക്കണമെന്നും പറഞ്ഞു. അവിടെ അമ്പാടിയിൽ അതേ സമയം യശോദയ്ക്കും നന്ദഗോപനും ഒരു പെൺകുഞ്ഞ് പിറന്നിരുന്നു. ദേവകിക്ക് ഒരാൺകുഞ്ഞ് പിറന്നു. കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെല്ലാം തന്നെ തുറന്നു. കാവൽക്കാരോ അവരുറങ്ങി വീണു. വസുദേവര് കൃഷ്ണനെ ഒരു കൂടയിലാക്കി തലയിൽ വെച്ചുകൊണ്ട് നടന്നു. കുഞ്ഞിന് കുടയായി ആദിശേഷൻ എന്ന പാമ്പ് കൂടെയുണ്ടായിരുന്നു. അങ്ങനെ യമുനാ നദിക്കരയിലെത്തി. നദിയുടെ 2 ഭാഗത്തേക്കും പിരിഞ്ഞ് വഴിയൊരുക്കി കൊടുത്തു. വസുദേവരോ ഗോകുലത്തിലെത്തി. അവിടെ യശോദ ജന്മം നൽകിയ പെൺകുഞ്ഞിനെ എടുത്ത് കൃഷ്ണനെ അവിടെ കിടത്തി. അതിനുശേഷം തിരിച്ച് കാരാഗ്രഹത്തിലെത്തി. അങ്ങനെ കൃഷ്ണൻ ഗോകുലത്തിൽ യശോദയുടെയും നന്ദഗോപരുടെയും പുത്രനായിട്ട് വളർന്നു. മുത്തശ്ശി പറഞ്ഞ കഥ നിങ്ങൾ കേട്ടുവല്ലോ. ഇഷ്ടമായോ? നല്ല കഥയായിരുന്നു അല്ലേ? നമുക്കും ഒരു കഥ എഴുതിയാലോ? ആരുടെ കഥ എഴുതും? നമുക്കിഷ്ടപ്പെട്ട ഈ അമ്പാടിക്കണ്ണൻ്റെ കഥ തന്നെ ആയാലോ? നന്നായിരിക്കില്ലേ? അപ്പം മുത്തശ്ശിയുടെ കഥ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. മുത്തശ്ശി കഥ പറഞ്ഞ രീതി. കഥയ്ക്കൊരു തുടക്കമുണ്ടായിരുന്നു. കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ പറഞ്ഞു. കഥയ്ക്കൊരു ഒടുക്കമുണ്ടായിരുന്നു. പറയുന്നൊരു ശൈലി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കും ഈ കവിതയെ കഥയാക്കുകയാണെങ്കിൽ എങ്ങനെ ഇത് കഥയാക്കി അവതരിപ്പിക്കാം? ആദ്യം നിങ്ങൾ എന്തു പറയും? അമ്പാടി കണ്ണനെക്കുറിച്ച് പറയും. പിന്നെയോ അമ്മയെക്കുറിച്ച് പറയും. കണ്ണൻ്റെ വികൃതികളെക്കുറിച്ച് പറയും. കൂട്ടുകാരെക്കുറിച്ച് പറയും. കണ്ണൻ ഒളിച്ചിരുന്ന സംഭവം പറയും. പിന്നെയോ കണ്ണനെ തേടി അമ്മ അലഞ്ഞ ഒരു രംഗം നമ്മുടെ കഥയിലുണ്ടാവും. പിന്നെ ഇത്ര മതിയോ? അവസാനം വേണ്ടേ കഥയ്ക്ക്? കഥയുടെ ഒടുക്കം എങ്ങനെയായിരിക്കും? കണ്ണൻ്റെ ഓടക്കുഴൽ വിളി, കാട്ടിൽ നിന്നുയരുന്ന കണ്ണൻ്റെ ഓടക്കുഴൽ വിളി കേട്ട് കണ്ണും പൂട്ടി ഓടക്കുഴൽ വിളി ശ്രദ്ധിച്ചു നിൽക്കുന്ന അമ്മ. അവിടെയായിരിക്കും നമ്മുടെ കഥയുടെ അവസാനം. കഥയ്ക്കൊരു പേരും വേണം, വേണ്ടേ? കഥയ്ക്കൊരു പേര് വേണ്ടേ? വേണം. നല്ലൊരു പേരും കൊടുക്കണം.
അപ്പോൾ കഥ എവിടെ തുടങ്ങണം, ഏതിലേക്കൂടെ പോകണം, അവസാനം എവിടെ എത്തണം, ഇത് മൂന്നും നമുക്ക് നല്ല ധാരണ വേണം. ഏതൊക്കെ കഥാപാത്രങ്ങളാണ് കഥയിലുള്ളത് എന്ന് നമുക്ക് ആദ്യമേ ഉറപ്പുവരുത്തണം. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കവിതയെ ഒരു കഥയാക്കി മാറ്റാൻ ശ്രമിക്കുക. ആദ്യം ഈ കഥ നിങ്ങൾ പറഞ്ഞു നോക്കുക. പറഞ്ഞു നോക്കുമല്ലോ. ആരെടുത്ത് പറഞ്ഞു കേൾപ്പിക്കും? വീട്ടിലുള്ളവരോട് പറഞ്ഞു കേൾപ്പിക്കണം. എന്നിട്ട് ഈ കഥ, നിങ്ങൾ പറഞ്ഞ കഥ നോട്ട് ബുക്കിൽ എഴുതണം. എല്ലാവരും എഴുതണം. എഴുതിയതിന് ശേഷം നിങ്ങൾ കണ്ണനായും നിങ്ങളുടെ അമ്മ യശോദയായും സങ്കല്പിച്ചുകൊണ്ട് ഒന്ന് അഭിനയിച്ചു നോക്കൂ ഈ കഥയിലെ ഭാഗങ്ങൾ. സ്കൂളിലെത്തുമ്പോൾ കൂട്ടുകാരുടെ മുന്നിൽ നമുക്ക് അഭിനയിക്കാം, കൂട്ടുകാരുമൊക്കെ ചേർന്ന്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് കണ്ണൻ്റെ അമ്മ എന്ന ഈ കവിതയെ ഒരു കഥാരൂപത്തിലാക്കി നിങ്ങൾ എഴുതണം. എല്ലാവരും ചെയ്യുമല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും ടാറ്റാ. രക്ഷാകർത്താക്കളെ, കുട്ടികൾ പറഞ്ഞും എഴുതിയും അവതരിപ്പിക്കുന്ന കഥ ശ്രദ്ധാപൂർവം കേൾക്കണേ. കഥയിലെ ചില ഭാഗങ്ങൾ അവരോടൊപ്പം ചേർന്ന് അഭിനയിച്ച് അവതരിപ്പിക്കുവാനും ശ്രമിക്കുമല്ലോ. അധ്യാപകരോട് പഠനനേട്ടം, കവിത, കഥ എന്നിവ കേട്ട് സ്വന്തം ഭാഷയിൽ പറഞ്ഞും എഴുതിയും അവതരിപ്പിക്കുന്നു. കണ്ണൻ്റെ അമ്മ എന്ന യൂണിറ്റിലെ പ്രധാന പഠന നേട്ടങ്ങളും പാഠഭാഗവും അവതരിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർ ടെക്സ്റ്റിലെയും പാഠപുസ്തകത്തിലെയും മറ്റു പ്രവർത്തനങ്ങൾ അനുയോജ്യമായ രീതിയിൽ നൽകുമല്ലോ.